ഭാരതം ഒരു സ്വതന്ത്ര രാജ്യമായി പ്രഖ്യാപിക്കപ്പെട്ടിട്ട് 70-ാം വർഷത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. 1947 ഓഗസ്റ്റ് മാസം 15-ാം തീയതി ആണല്ലോ ഇന്ത്യ സ്വതന്ത്രമായത്. ഏകദേശം 70 വർഷങ്ങൾ പിന്നിടാൻ പോകുന്നു. ഒരു വിധത്തിൽ പറഞ്ഞാൽ ഭാരത സ്വാതന്ത്ര്യത്തിന്റെ സപ്തതി വർഷത്തിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. ഈ സ്വാതന്ത്ര്യം എന്ന് പറയുമ്പോൾ അതിനും ആഴമായ അർത്ഥതലങ്ങളുണ്ട്. ഒരുപക്ഷെ നമ്മുടെ രാജ്യത്തിന്റെ ഭരണാധികാരം നമ്മളിൽ തന്നെ സ്ഥിതി ചെയ്യുന്നു എന്ന് ഒരുപക്ഷെ നമുക്ക് ആശ്വസിക്കുകയും സന്തോഷിക്കുകയും ചെയ്യാം. എന്നാൽ യഥാർത്ഥ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് മനുഷ്യന്റെ ഇച്ഛാശക്തിക്ക് അതീതമായി ഭാരതത്തിൽ കഴിയുന്ന സകലമാന മനുഷ്യർക്കും സമാധാനപൂർണമായ സന്തോഷം നിറഞ്ഞ ഒരു ജീവിതം നയിക്കുവാനുള്ള അവസരങ്ങൾ ഉണ്ടാകുമ്പോഴാണ്. ഉള്ളവനും ഇല്ലാത്തവനും തമ്മിലുള്ള അകലം ഏറ്റവും അധികം കുറയേണ്ടതുണ്ട്. എല്ലാവർക്കും ജീവിക്കണം. മഹാത്മാഗാന്ധി ഒരിക്കൽ പറയുകയുണ്ടായി, ഭാരതത്തിലെ എല്ലാവർക്കും സന്തോഷമായി ജീവിക്കുവാനുള്ള വിഭവം ഭാരതത്തിനുണ്ട്. എന്നാൽ ഭാരതത്തിലെ ഒരു വ്യക്തിയുടെ സ്വാർത്ഥത പൂർത്തീകരിക്കുവാൻ ഒരിക്കലും ഭാരതത്തിന് അതിനുള്ള ശേഷിയില്ല എന്ന് പറഞ്ഞതായിട്ട് ഞാൻ വായിച്ചിട്ടുണ്ട്. അപ്പോൾ നാം സ്വാർത്ഥത വെടിഞ്ഞ് സമാധാനപൂർണമായ സന്തോഷം നിറഞ്ഞ ഒരു പങ്കിട്ട് ജീവിക്കാനുള്ള മനസ്ഥിതി പുലർത്തിക്കൊണ്ട് സന്തോഷകരമായ ജീവിതം നയിക്കാൻ നമുക്കിടയാകണം. സ്വാതന്ത്ര്യം കൊണ്ട് നേടേണ്ടത് അതാണ്. അതല്ലാതെ ഒരു ഭരണപരമായ സ്വാതന്ത്ര്യം കൊണ്ട് മാത്രം നമ്മുടെ രാജ്യം ഒരു നല്ല മാതൃകാ രാജ്യമായി ലോകത്തിൽ തിളങ്ങാൻ സാധ്യത കുറവാണെന്നാണ് എൻ്റെ വിചാരം. അതുകൊണ്ട് എല്ലാ സ്വാർത്ഥതയും, അനീതി, അതുപോലെയുള്ള അഴിമതി, കവർച്ച, ഇങ്ങനെയുള്ള എല്ലാ വിഷയങ്ങളിൽ നിന്നും ഭാരതീയ ജനത സ്വാതന്ത്ര്യം പ്രാപിക്കുവാൻ ഇടയാകട്ടെ. മഹാത്മാഗാന്ധിയെ പോലെയുള്ള വളരെ ആദർശ ധീരരായ നേതാക്കൾ ഇനിയും ഈ രാജ്യത്ത് ഉണ്ടാകട്ടെ. ലോകത്തിൻ്റെ എല്ലാ ലോകരാഷ്ട്രങ്ങൾക്കും ഭാരതം ഒരു മാതൃകാ രാജ്യമായി വർത്തിക്കുവാൻ ഇടയാകട്ടെ എന്ന് ആശംസിക്കുന്നു. ഒരിക്കൽ കൂടെ എല്ലാവർക്കുമുള്ള സ്വാതന്ത്ര്യ ദിന ആശംസകൾ നേർന്നുകൊണ്ട് വാക്കുകൾ ചുരുക്കും.